അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൈഡ് ഓൺ ഈസി ലിസാൻ പാർട്ട് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അവസാനത്തെ സെക്ഷനാണ്. ഇതിൽ മാളി എങ്ങനെയാണ് മുളാരി എങ്ങനെയാണ് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞുതരും. ഇതെന്ന് വെച്ചാൽ ഒരുപാട് ഇതിന് മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇൻഷാല്ലാ ഇനി നാളത്തെ പരീക്ഷയിൽ ഉണ്ടാവോ ഇല്ലയെന്ന് അറിയില്ല. എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. മാലി എന്താണ് മുളാരി എന്താണെന്ന് കിതാബിലുണ്ട്, പഠിക്കണം കേട്ടോ. ഫീലുൻ എദുല്ല അല ഹുദൂസ് ഫിൽ അതോ അല്ലെങ്കിൽ മലയാളം എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു പോണേ. എന്തായാലും എങ്ങനെയാണ് മാലി മുളാരി വേർതിരിച്ചറിയാം നോക്കി. ഫഅല ഇതാണല്ലോ മാലി, എന്തായാലും അർത്ഥം ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു. ഇതിന് മുളാരി എങ്ങനെ ഉണ്ടാക്കുക? രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒരു മാലി ആ ഫീലിനെ എങ്ങനെ മുളാരി ആക്കാമെന്ന് പഠിക്കണം. മാലി എങ്ങനെ മുളാരി ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയുമാണ്. ഓക്കെ, അപ്പൊ ഫഅല ചെയ്തു. ഇനി ചെയ്യുന്നു എന്നാക്കണമെങ്കിൽ ഒരു യാ തുടക്കത്തിൽ ചേർത്തി കൊടുത്താൽ മതി അല്ലെ. ഒരു യാ എന്നുള്ളത് എന്താവാ തുടക്കത്തിൽ ചേർത്തി കൊടുക്കുക. അപ്പൊ എങ്ങനെ വരിക? എഫ് എലു എന്ന് വരും. അപ്പൊ ഫഅല എന്നുള്ളത് മാലിയും എഫ് എലു എന്നുള്ളത് മുളാരിയാണ് അല്ലെ. ഫഅല പറഞ്ഞ ചെയ്തു എന്നാണ്, എഫ് പറഞ്ഞ ചെയ്യുന്നു എന്നാണ്. ഇനി വേറെ ഉദാഹരണം നോക്കിയാണ്. ഖറഅ. ഉസ്താദ് പറഞ്ഞ പോലെ യാ തുടക്കത്തിൽ ചേർത്തി കൊടുത്താൽ പരിപാടി കഴിഞ്ഞില്ലേ. ഒരു യാ തുടക്കത്തിൽ ചേർത്തി കൊടുക്കൂ. ഇപ്പൊ എങ്ങനെ വരിക? യഖ്റഉ വായിക്കും അല്ലെങ്കിൽ വായിക്കുന്നു അല്ലെ. മുളാരി മാലിയിൽ എന്താ വരും? വായിച്ചു. മക്കളെ എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്? ഫസ്റ്റ് മനസ്സിലാക്കുക, മാലിന്റെ അവസാനം എപ്പോഴും എന്തായിരിക്കും? ഫത്തഹായിരിക്കും അല്ലെ. മാലിന്റെ അവസാനം എപ്പോഴും ഫസ്റ്റത്തെ സാധനം. അതാ നമ്മൾ മുഫ്രദിനെ പറ്റിയാ പറയണേ. ഫത്തഹായിരിക്കും അല്ലെ. മുഫ്രദിനെ പറ്റി പറയണ കാരണം എന്താ? ഫഅലത്താനായ തായായി മാറിയില്ലേ. ഫഅൽനായി മാറി നായി മാറിയില്ലേ. അധികം വരല് മുഫ്രദാണ്. ഇനി മുഫ്രദ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ അതോ ഫഅൽത്തുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സർഫാക്കി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒക്കെ ഫത്താണ്. പക്ഷെ മുളാരിന്റെ നോക്കി നിങ്ങള് ഫസ്റ്റ് അല്ല അവസാനമൊക്കെ ഫത്താണ്. പക്ഷെ മുളാരിന്റെ നോക്കി നിങ്ങള് മുളാരിന്റെ അവസാനമൊക്കെ ലൊമ്മാണ്. മുളാരിന്റെ അവസാനമൊക്കെ എന്താണ്? ലൊമ്മാണ്. മുളാരിന്റെ അവസാനം ലൊമ്മാണ്. മാലിന്റെ ഫസ്റ്റ് ഫത്ത ആണ്. മാലിന്റെ അവസാനം ഫത്ത ആണ്. മുളാരിന്റെ അവസാനം ലൊമ്മാണ്. സെറ്റ് അല്ലേ? പിന്നെ വേറെ ഡിഫറൻസ് എന്താ? മുളാരിന്റെ തുടക്കത്തിൽ യാ ഉണ്ടാവും. യാ ഓ അല്ലെങ്കിൽ ത ഓ അല്ലെങ്കിൽ ന്യൂനോ അല്ലെങ്കിൽ ഹംസയോ ഉണ്ടാവും. അത്തൈന അല്ലേ ഉണ്ടാവും. യാ ഉണ്ടാവും അല്ലേ. അപ്പൊ മുളാരി എന്ന് പറയല്ല, ഫസ്റ്റ് യാവും വേണം അവസാനം ലൊമ്മും വേണം, എന്നാലും മുളാരി ആവുള്ളൂ. ചിലർ വിചാരിച്ചിട്ട് ഫസ്റ്റ് യാ വന്നു കഴിഞ്ഞാൽ മുളാരിനെ അല്ല. ഉദാഹരണം പറയണ യക്കില, ഫസ്റ്റ് യാ ഉണ്ട് അയച്ചിട്ട് മുളാരി ആവും ഇല്ല. എന്താ കാരണം? അത് മാലയാണ്. യക്കില യൈക്കലു എന്നാണ് അതിന്റെ മുളാരി. യക്കില മാലയാണ്. എന്ത് മാലയാവാൻ കാരണം? അല്ലേ, അവസാനം പത്തല്ലേ. ഫസ്റ്റ് യാ വന്നില്ല നിങ്ങൾ നോക്കണ്ട. ഓക്കെ, മുളാരി ആണെങ്കിൽ ആ ഫസ്റ്റ് യാവും വരണം ലാസ്റ്റ് ലൊമ്മും വരണം എന്നുള്ള ജസ്റ്റ് മനസ്സിലാക്കുക. അത് എന്താ വെച്ചാൽ മുഫ്രദിനായിട്ട് പറയണേ. എഫ് അൽ ആനി നിലയിൽ മാറും, എഫ് അൽ ഊന നിലയിൽ മാറും, എഫ് അൽ നിലയിലൊക്കെ മാറും. ഫസ്റ്റത്തെ കാര്യം മാത്രമാണ് പറയണത്. ഓക്കെ ആണോ? ഇപ്പൊ ഫഅല അവസാനം ഫത്ത ആണ്. ഇവിടെ മുളാരിയിൽ അവസാനം ലൊമ്മാണ്. പിന്നെ മുളാരിയിൽ ഫസ്റ്റ് യാവും വരും. രണ്ടും കൂടി വരുമ്പോഴാണ് മുളാരി ആവുക. ഇനി നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. യൽബസു മക്കൾ പറയും ഫസ്റ്റ് യാവും ഉണ്ട് അവസാനം ലൊമ്മും ഉണ്ട്. അപ്പൊ പിന്നെ അത് എന്താണ്? മുളാരിയാണ്. കാലെ സുഖാണ് മാലയാണ്. ദഹല മുളാരിയാണ് ആണോ? അല്ല, ദഹല എന്താണ്? മാലയാണ്. കാരണം സിയാ ഉണ്ടാവില്ല. യക്തുബ് എന്താണ്? മാലയാണ് ആണോ? അല്ല, മുളാരിയാണ് അല്ലേ. അത് ശ്രദ്ധിക്കണമെന്ന് കാണിക്കാണേ. യക്തുബ് എന്താണ്? മുളാരിയാണ്. ഷെരിബ മാലയാണ്. ഇറഹമോ ഫസ്റ്റ് യാ ഉണ്ട് സലമുണ്ട്, അപ്പൊ മുളാരിയാണ്. ഓക്കെ ആണോ? വേറെ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ നോക്കും. യജ്ലിസു ഫസ്റ്റ് യാ ഉണ്ട് അവസാനം ലൊമ്മുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒക്കെ വന്നിട്ടുള്ളത് മുഫ്രദാണ്, മുഫ്രദ് വൈബാണ്. അതാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി ഇതല്ലാതെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയണം. അതെങ്ങനെ വെച്ചാൽ പേജിൽ സാനി വന്നു കഴിഞ്ഞാലും മുളാരിയാണ്. എജിലി സൂന വന്നു കഴിഞ്ഞാലും മുളാരിയാണ്. തെജിലിസ് വന്നു കഴിഞ്ഞാലും മുളാരിയാണ്. തെജിലിസ് സാനി വന്നു കഴിഞ്ഞാലും മുളാരിയാണ്. സർഫാക്കിയിട്ട് മനസ്സിലാക്കണം. എജിലിസുള്ളൂ മുളാരിയാണ്. ദഹബെ അവസാനം പത്തല്ലേ മാലയാണ്. നജഹെ മാലയാണ്.
യക്തുബോ ഫസ്റ്റ് മുലാറായത്തിൻ്റെ അക്ഷരമുണ്ട്, യാ ഉണ്ട്, ലാസ്റ്റ് ലമ്മുണ്ട്, മുലാരയാണ്. യൻസുറു മുലാരയാണ് അല്ലേ. ഷെരിബ മാലയാണ്. അത്ത അല്ലമു മാലയാണ്, മുലാരയാണ്, ജാമിദാണ്. എങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം തഅല്ലമാണ് മാലി. നമ്മൾ പഠിച്ചാൽ മതി. തഅല്ലമാണ് മാലി. യതഅല്ലമു യതഅല്ലമാനി യതഅല്ലമൂന തതഅല്ലമു തതഅല്ലമൻ യതഅല്ലംന തതഅല്ലമു തതഅല്ലമാനി തതഅല്ലമൂന തതഅല്ലമീന തതഅല്ലമാനി തതഅല്ലംന അതഅല്ലമു ഞാൻ പഠിക്കുന്നു. തലമാണ് അവസാനം ഒമ്മ. പിന്നെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു യാ ഓ ത ഓ അലിഫോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ്? മുലാരിയാണ്. ഞാൻ പഠിക്കും. മുലാരിയിൽ മുഫ്രദ് മുത്തക്കല്ലിമാണിത്. ഇനി നത്തഅല്ലം വന്നു കഴിഞ്ഞാലും മുലാരിയാണ്. മാലിയിലെ ഞാൻ പഠിച്ചു അങ്ങനെ വരിക, തഅല്ലം തു എന്നാ വരിക, തു താ തുവ അങ്ങനത്തെ എങ്കിലും മാലിയാവും അല്ലേ. അങ്ങനെ സൊർഫാക്കലും ജസ്റ്റ് നോക്കിപ്പോ നമുക്ക് മാലും കാര്യം എളുപ്പമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈസി ലിസാന്റെ എല്ലാ പാട്ടും അവസാനിച്ചു. ഇനി നമുക്ക് താലു എന്ന ഇതുണ്ട്, ജസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് അതതുമായി ബന്ധപ്പെട്ട ഇതാണ്. താ വരുമ്പോ മഅദൂദിൽ താ വരൂല, എണ്ണത്തിൽ താ വരൂല അല്ലേ. ഇപ്പൊ സലാസ കലമുൻ എന്ന് പറയുമ്പോൾ, അക്കലാമുൻ എന്ന് പറയുമ്പോൾ, സലാസ അക്കലാമിൻ എന്ന് പറയുമ്പോൾ അക്കലാമിൽ താ ഇല്ലെങ്കിൽ സലാസ്, അക്കലാമിൽ താ ഇല്ലെങ്കിൽ സലാസിൽ താ വേണം. സലാസത്തു അക്കലാമിനാണ് പറയാ. അഷറത്തു അക്കലാമിൻ എന്നാണ് പറയുക. കാരണം അക്കലാമിൽ താ ഇല്ല, അപ്പോൾ അഷറത്തിൽ താ കൊടുക്കണം. പിന്നെ മുളല്ലത്തിന്റെ കാര്യം പറയുമ്പോൾ സലാസ മുളല്ലാത്തിൻ എന്ന് പറഞ്ഞ മുളല്ലാത്ത് താ ഉണ്ട്, അപ്പൊ സലാസിൽ താ കൊടുക്കൂല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. എന്തായാലും അടിപൊളിയാക്കുക. പരീക്ഷയ്ക്ക് പേടിയൊന്നും വേണ്ട. നല്ല ഫുൾ ഓഫ് കോൺഫിഡൻസോടെ പോയി പരീക്ഷ ചെയ്താൽ നിങ്ങൾക്കൊക്കെ എല്ലാവിധ വിജയാശംസകളും നൽകുന്നു. നിങ്ങളുടെ പരീക്ഷയുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കണം കമൻറ്റിലൂടെയൊക്കെ. പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുതേ. ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. അടിപൊളിയാക്കുക. കാണാം. എല്ലാവരും ദ്വാര ഉൾപ്പെടുത്തണം. സ്റ്റാൻഡേർഡ് എല്ലാവരും ദ്വാര ഉൾപ്പെടുത്തണം. ഈ ഗൈഡോൺ എന്ന സ്ഥാപനത്തിനെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ്. ഇതൊരു മദ്രസ സ്കൂൾ ട്യൂഷൻ സ്ഥാപനമാണ്. 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ സ്കൂൾ ട്യൂഷൻ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്ത് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. വേറൊന്നും പറയാനില്ല. എല്ലാവരും ദ്വാര ഉൾപ്പെടുത്തുക. വീണ്ടും പരീക്ഷ എളുപ്പമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.